ക്യൂരി ടെമ്പറേച്ചർ. ഞാൻ ഈ ക്യൂരി ടെമ്പറേച്ചർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അത് ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ഇവിടെ കാണിച്ചു. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, എന്താണ് അതിൻ്റെ ഉള്ളിൽ ഡൊമൈൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഡൊമൈനുകളാണ് ഇവിടെ വരയ്ക്കുന്നത്. ആ ഡൊമൈനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് ഒക്കെ തന്നെ അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഞാൻ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അറേഞ്ച്ഡ് ആണ്, ഇതൊക്കെ തന്നെ അറേഞ്ച്ഡ് ആണ്. പക്ഷെ ഡൊമൈനുകൾ ഡിസോർഡർ ആണ്. ഡൊമൈനിൻ്റെ ഉള്ളിൽ അറേഞ്ച്ഡ് ആണെങ്കിലും ഡൊമൈനുകൾ പരസ്പരം നിൽക്കുന്നത് ഡിസോർഡർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു മെറ്റീരിയലിനെ നമ്മൾ ചൂടാക്കി, അപ്പോൾ ഹീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് കൊടുത്തു. അപ്പോൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഈ ഡൊമൈൻ സ്ട്രക്ചർ നഷ്ടപ്പെട്ടു പോകും. കാരണം ഇവിടെ ഇപ്പോൾ ഡൊമൈൻ്റെ ഉള്ളിൽ ഇത്ര സ്ഥലത്ത് ആറ്റംസ് അറേഞ്ച്ഡ് ആണ്. പക്ഷെ ഇവരെന്ത് പറ്റും? ഈ ഡൊമൈൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഡിസോർഡർ ഉണ്ടാവും തുടങ്ങും. അതായത് ഡൊമൈൻ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡിസോർഡറായി. ഡൊമൈൻ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഓർഡർ ആയിരിക്കുന്നതുകൊണ്ടാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഫെറോമാഗ്നറ്റിസം കാണിക്കാനുള്ള കാരണം. അപ്പോൾ ഫെറോമാഗ്നറ്റിസം മെറ്റീരിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു റീജിയനിൽ ഇത് ഓർഡർ ആണെന്നുള്ളതാണ്. പക്ഷെ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഡൊമൈൻ സ്ട്രക്ചർ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നോക്കാം. അപ്പോൾ ചൂടാക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ, ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൻ്റെ ഓർഡറൊക്കെ നഷ്ടപ്പെട്ട് അത് ഗ്രാജുവലി അത് ഡിസോർഡറായിട്ട് ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകും. എല്ലാ ഡൊമൈനുകളും അതിൻ്റെ സ്ട്രക്ചർ ഓർഡർഡ് സ്വഭാവം മാറ്റി ഡിസോർഡറാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ തരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ മെറ്റീരിയലിനെ പറയുന്ന പേരെന്നാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. ഇത് പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇത് ഏത് മെറ്റീരിയലായിരുന്നു? ഇത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. എന്താണ് ഫെറോമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും തമ്മിൽ വ്യത്യാസം? ഫെറോമാഗ്നറ്റിക്കിൽ ഡൊമൈൻ സ്ട്രക്ചർ ഉണ്ട്, ആ ഡൊമൈൻ്റെ ഉള്ളിൽ അറേഞ്ച്ഡ് ആണ്. പക്ഷെ പാരാമാഗ്നറ്റിക് എന്താ? ഡൊമൈൻ സ്ട്രക്ചർ ഇല്ല. അപ്പോൾ ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു? പാരാമാഗ്നറ്റിക് മെറ്റീരിയലായി മാറും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ഇത് മുഴുവനായിട്ടും ഇതായിട്ട് മാറുന്നത്, പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നത്. ഏത് ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണോ ഈ ഫെറോമാഗ്നറ്റ് പാരാമാഗ്നറ്റായി മാറുന്നത്, ആ ടെമ്പറേച്ചറിനെ ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയും. ആ ടെമ്പറേച്ചറിനെ ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ ക്യൂരി ടെമ്പറേച്ചർ എന്താണ്? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൺവേർട്ട്സ് ഇൻ ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ആ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയലായി പോകും. ഇതാണ് ക്യൂരി ടെമ്പറേച്ചർ.